സോറി കേരള കോൺഗ്രസിൻ്റെ കടന്നുവരവ് എൽ ഡി എഫിനെ ശക്തിപ്പെടുത്തിയില്ലെന്നും നേതാക്കൾ മാത്രമാണ് എൽ ഡി എഫിലേക്ക് വന്നതെന്നും പാർട്ടി അണികൾ ഇപ്പോഴും യു ഡി എഫിൽ കോൺഗ്രസിനൊപ്പം യു ഡി എഫിൽ നിൽക്കുകയാണെന്നും ഉള്ള ആക്ഷേപം ഉയർന്നിരിക്കുകയാണ്. ഈ ആക്ഷേപം ഉയർത്തിയത് മറ്റാരുമല്ല, സി പി ഐയുടെ കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ സംഘടനാ റിപ്പോർട്ട്, പ്രവർത്തന റിപ്പോർട്ടൊക്കെ അവതരിപ്പിച്ചപ്പോഴാണ് ഈ ഒരു ആക്ഷേപം കേരള കോൺഗ്രസിനെതിരെ, കേരള കോൺഗ്രസ് എമ്മിനെതിരെ, ജോസ് കെ മാണിക്കെതിരെ ഉയർന്നിരിക്കുന്നത്. എന്താണ് സാർ സി പി ഐ ഇപ്പോൾ ഇങ്ങനെ ഒരു ആക്ഷേപവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്? അല്ല, കേരള കോൺഗ്രസ് ഇല്ലാതെ ഒരു മുന്നണിക്ക് നിലനിൽപ്പില്ലയോ? യു ഡി എഫുകാർ കുറേ നാളായിട്ട് ജോസ് കെ മാണി കേരള കോൺഗ്രസിനെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ നോക്കുന്നു. അതെ, 2021 ഇവിടെ വന്ന ജോസ് കെ മാണി വിഭാഗം അതിനെ ചൊല്ലി ഇപ്പം വലിയ ക്രെഡിറ്റ് എടുക്കുന്നു. അങ്ങനെ ക്രെഡിറ്റ് എടുക്കണ്ട. സി പി എം പറയുന്നുണ്ട് അവർ വന്നതിൻ്റെ നേട്ടമുണ്ടായി, പിന്നെ സി പി ഐ പറയുന്നു യാതൊരു നേട്ടവുമില്ല. അണികളൊക്കെ ഇപ്പോഴും പ്രത്യേകിച്ച് കോട്ടയം ഭാഗത്ത് ജില്ലാ കമ്മിറ്റിയാണ് ഇത് പറയുന്നത്. അല്ല, അവരത് പറഞ്ഞത് വേറൊരു കാര്യം. അവിടെ ലോക്സഭയിൽ മത്സരിച്ചത് 2 ചിഹ്നത്തിലാണ്. അവരുടെ ചിഹ്നം തന്നെ തോറ്റു. ആ ചിഹ്നം കാണുമ്പോൾ നമുക്കറിയാം, പിന്നെ കേരള കോൺഗ്രസിന്റെ ഈറ്റില്ല എന്ന് പറയുന്നത് കോട്ടയം പാലാ സൈഡൊക്കെയാണ്. കോട്ടയം, ഇടുക്കി, മലയോര കർഷകരാണല്ലോ. അതെ. അപ്പൊ അവരുടെ വോട്ട്, അണികളുടെ വോട്ട് കിട്ടാതെ പോയി. അപ്പൊ നേതാക്കന്മാര് മാത്രമേ ഇങ്ങോട്ടേക്ക് വന്നുള്ളൂ എന്നാണ് പറയുന്നത്. അതൊരു യുക്തിയുണ്ട്. ഇപ്പൊ പാലയിൽ തോറ്റുപോയി. പ്രത്യേകിച്ച് പിന്നെ കരിങ്ങോഴക്കൽ തറവാട്ടുകാരുടെ സ്വത്താണ് പാല എന്ന് പറയുന്നത്. അത് കൈവിട്ടു, അവർക്ക് തീരെഴുതി കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ കടുത്തുരുത്തിയിൽ വോട്ട് കുറഞ്ഞു. പിന്നെ കേരള കോൺഗ്രസിന് വോട്ട് കുറവായിരുന്നു. അപ്പൊ ഇതൊക്കെ അണികളില്ലാതെ മാത്രം നേതാക്കന്മാർ വന്നതാണ് എന്ന് പറയുന്നുണ്ട്. ഇതേ അവസരത്തിൽ തന്നെ നമ്മൾ നോക്കണം, കേരള കോൺഗ്രസ് ഇങ്ങോട്ടേക്ക് ചാടാൻ നിൽക്കുകയാണ്. എൽ ഡി എഫിന് സമ്മർദ്ദം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നിയമസഭാ സമ്മേളനം അടിയന്തരമായി വിളിച്ചു കൂട്ടണമെന്ന്. എന്താണ് ഈ വന്യജീവി സംഘർഷവും പിന്നെ തെരുവ് നായ് ശല്യവും ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇത് ജോസ് കെ മാണി പരസ്യമായിട്ട് അങ്ങ് പറഞ്ഞു. പക്ഷെ അത് അങ്ങനെ പറയേണ്ടതല്ല, മുന്നണിയിൽ പറയേണ്ടതാണെന്ന് പറയുന്നു. കത്ത് കൊടുത്തിട്ടുണ്ട് ജോസ് കെ മാണി. 1 മാസമായിട്ട് മറുപടി കിട്ടിയില്ല എന്നും പറയുന്നുണ്ട്. പക്ഷെ സി പി ഐ ഇപ്പോൾ ജോസ് കെ മാണിക്ക് വേറെ നിവൃത്തിയില്ല. കാരണം അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഈ മലയോര കോൺഗ്രസ് എന്നുകൂടി കരുതപ്പെടുന്ന കേരള കോൺഗ്രസിനെ അവിടുത്തെ ജനങ്ങൾ ചവറ്റുകുട്ടയിലെറിയും. അപ്പം ഈ സി പി ഐ പറഞ്ഞതിനകത്ത് കാര്യമുണ്ടെന്ന് തോന്നുന്നു. അണികൾ ഇങ്ങോട്ട് വന്നിട്ടില്ല. കാരണം അവിടെയുള്ള ഈ കേരള കോൺഗ്രസ്സുകാരെന്ന് പറയുന്നത് നമുക്കറിയാം നല്ല പങ്കും ക്രൈസ്തവരാണ്. അവരൊക്കെ ഈ കൃഷി ചെയ്യുന്നവരാണ്, വലിയ കൃഷിയൊക്കെ ചെയ്യുന്നവരാണ്. അവർക്ക് കൃഷിനാശമാണ് ഇപ്പോൾ. മഴയും മറ്റു കെടുതിയൊന്നുമല്ല, ശല്യം കാരണം അവർക്ക് കൃഷിയല്ല, കൃഷി പോയിട്ട് ജീവൻ പോലും അപകടത്തിലാകുന്ന ഘട്ടത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇനി അവരുടെ കൂടെ നിന്നില്ലെന്നുണ്ടെങ്കിൽ ഉണ്ടാകും. ഇത് കേരള കോൺഗ്രസ് അല്ല, സി പി ഐ എന്താണ് ഇപ്പൊ ഈ അവസരത്തിൽ ചർച്ച ചെയ്യുന്നത്? ഇവരിങ്ങോട്ട് വന്നപ്പോഴേ 2021 വരുമ്പോൾ അന്ന് കാനമായിരുന്നു പാർട്ടി സെക്രട്ടറി. കാനമൊക്കെ ഇതിനെ എതിർത്തതാണ്. സി പി ഐ കേരള കോൺഗ്രസിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പാടില്ല, കാരണം നമ്മൾ ബാർക്കോഴയ്ക്കും മാണിക്കെതിരെയൊക്കെ എന്തുമാത്രം സമരം ചെയ്തവരാണ്. എന്നിട്ട് ഇവർക്ക് നിയമസഭ തകർത്തു. അത് കേസ് ഇപ്പോഴും നിൽക്കുന്നുണ്ടെന്ന്. എന്നിട്ടാണ് ഇവർക്ക് കാർപ്പറ്റും പിരിച്ച് കൊടുത്തത്. അപ്പോൾ അങ്ങനെ അവരെ അതിനെതിരെ ശക്തമായിട്ട് നിന്നതാണ്. അന്നേ കാനത്തിന്റെ ഒരു ഭയം എന്ന് പറയുന്നത് ഘടകകക്ഷിയിലെ പ്രഥമ സ്ഥാനമാണ് ഇവര്. അല്ല, എൽ ഡി എഫിലെ രണ്ടാമൻ ആര് എന്ന ചോദ്യത്തിന് എല്ലാ കാലത്തും സി പി ഐ, വലിയേട്ടൻ സി പി എം ആണ്, ചെറിയേട്ടൻ സി പി ഐ, ബാക്കി RSP ഒക്കെ അതിന് ശേഷമേ വരുള്ളൂ. അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയായിരുന്നു കഴിഞ്ഞ ഏതാണ്ടൊരു 4 പതിറ്റാണ്ടിലധികമായിട്ട്. 1980-കൾ മുതൽ തന്നെ നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. കേരള കോൺഗ്രസ് UDF-ലും സി പി ഐ LDF-ലുമായിട്ട് അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാഷ്ട്രീയമാണ് നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുള്ളത്. പക്ഷെ അതിനാണ് ഇപ്പോൾ ഒരു മാറ്റം വന്ന് 2021 കേരള കോൺഗ്രസ് ഇങ്ങോട്ട് കടന്നു വരികയും അതിലൂടെ മുന്നണിക്ക് LDF-ന് മികച്ച വിജയം നേടാനായി എന്നുള്ളതും. പറയുന്നത് പോലെ മധ്യ കേരളത്തിൽ എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ
കേരള കോൺഗ്രസിൻ്റെ സ്വാധീനം കൊണ്ട് LDFന് CPMന് CPIക്കൊക്കെ ഗുണം കിട്ടി എന്നൊരു വിലയിരുത്തലുണ്ട്. അത് തള്ളിക്കളയാൻ പറ്റുന്നതല്ല. ഒരു കാര്യം അറിയാം പ്രശാന്ത്, ഈ CPIക്ക് വയസ്സ് 100 ഇപ്പോഴ്, പക്ഷെ വളർച്ച പടവലങ്ങ പോലെയാണ്. ഇതേ അവസരത്തിൽ തന്നെ ഇന്ത്യയിലെ മറ്റൊരു പ്രസ്ഥാനം കൂടി നോക്കണം. RSSനും 100 വയസ്സ്. രണ്ടും എവിടെ നിൽക്കുന്നു? അതെ, ഒരാൾ ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ ബ്രെയിനാണ്. അതെ, ഈ പണ്ട് SA ഡാംഗെ ഒന്ന് വിരൽ ചൂണ്ടിയാല് ബോംബെ നഗരം നിശ്ചലമാകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴോ എന്തിന് UPA സർക്കാർ ചോദിക്കും. UPA സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് പോലും ഒരു തിരുത്തൽ ശക്തിയായിരുന്നു. ഇന്ത്യയിലെ 43 45 MP-മാരുണ്ടായിരുന്നില്ല ഈ ഇടതുപക്ഷം 54 MP-മാരുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്, വലിയ ശക്തിയല്ലേ? അതെ അതെ അതെ, നമുക്കറിയാം. അന്ന് ആ UPA സർക്കാർ CMP കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാക്കിക്കൊണ്ട് UPA സർക്കാരിനെ അധികാരത്തിൽ കയറ്റുന്നതിൽ ഇടതുപക്ഷം വഹിച്ച പങ്ക് വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഇടതുപക്ഷത്ത് നിന്ന് ഒരാളെ സ്പീക്കറായിട്ട് കൊണ്ടുവന്നതും അന്നത്തെ ആ മുന്നണി. അതെ, സോമനാഥ് ചാറ്റർജി. എന്തിന് ജ്യോതി ബസുവിന് പ്രധാനമന്ത്രി സ്ഥാനം വരെ കിട്ടിയതല്ല. അത് പണ്ട് ജ്യോതി ബസു തന്നെ പറഞ്ഞല്ലോ, ആനമണ്ടത്തരം, ചരിത്രപരമായ മണ്ടത്തരം. അതെന്താണ് ജ്യോതി ബസു ആ സ്ഥാനത്തിരിക്കുന്നത് കാണാൻ മറ്റുള്ളവർക്ക് അത്ര അല്ല, മറ്റുള്ളവർക്കെന്നുള്ളതല്ല സാർ, എടുത്തു പറയാം, EMSനെ തൊട്ട് സഹിക്കത്തില്ല. നെഹ്റുവിന് ശേഷം ആര് എന്ന ചോദ്യത്തിന് ഉത്തരം അദ്ദേഹം തന്നെ സ്വയം പറഞ്ഞുകൊണ്ടിരുന്നത് EMS അതൊരു സുവർണാവസരമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ പിന്നെ എന്തായാലും ഒരു വലിയ തിരുത്തൽ ശക്തിയായിരുന്നു കേട്ടോ ഇടതുപക്ഷം എന്ന് പറയുന്നത്. ആ ഇടതുപക്ഷം ഇപ്പൊ നോക്കി, ഏറ്റവും അവസാനം വന്നപ്പോൾ ഇന്ത്യയിൽ 1-2 സീറ്റ് മാത്രം ഉണ്ടായിരുന്നപ്പോൾ അത് ഒന്ന് കേരളത്തിൽ നിന്നായിരുന്നു, തൃശ്ശൂരിൽ നിന്ന് രാജാജി മാത്യൂസ് അല്ലേ MP ആയിട്ടിരിക്കുമ്പോൾ. അതൊക്കെ പോയതിലുള്ള അമർഷം, തൃശ്ശൂർ ഇവർക്ക് കൈവിട്ടു പോയതിൽ വലിയ അമർഷം നിൽക്കുന്നുണ്ട്. അത് മുഴുവനാണ്. ഈ അരിശം അങ്ങോട്ട് അടങ്ങുന്നില്ല കേട്ടോ ഈ CPIക്ക്. കാരണം ഈ സമ്മേളനം വന്നപ്പോഴാണ് അണികളുടെ ഇടയിലുള്ള ആ ഒരു പിന്നെ വികാര വിക്ഷോഭം മുഴുവൻ ഇങ്ങോട്ട് പ്രകടമാകാൻ തുടങ്ങിയിരിക്കുന്നത്, സഖാക്കന്മാർ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം നമ്മൾ വെറുതെ ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കുന്നവരാണ്. മന്ത്രിമാർക്ക് തന്നെ എന്താണ് യാതൊരു തരത്തിലും ഒന്നും ചെയ്യാൻ കഴിയാത്തവരായി മാറില്ല. മന്ത്രിമാരുടെ പ്രകടനം വളരെ മോശമാണ്. പ്രത്യേകിച്ചും ഭക്ഷ്യമന്ത്രിക്കെതിരെ അതിശക്തമായ വിമർശനം എല്ലാ ജില്ലാ സമ്മേളനത്തിലും ഉയർന്നിട്ടുണ്ട്. സപ്ലൈകോയെക്കുറിച്ചും മാവേലി സ്റ്റോറുകളെക്കുറിച്ചും വ്യാപകമായ പരാതിയാണ് നാട്ടിലുള്ളത്. പക്ഷെ എനിക്കിപ്പം സംശയം, ഈ കേരള കോൺഗ്രസിൽ നിന്ന് വന്നത് നേതാക്കൾ മാത്രം എന്ന് CPI പറയുമ്പോൾ കുറേ നാളായിട്ട് എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കേരള കോൺഗ്രസ് ജോസ് കെ മാണി UDFിലേക്ക് പോകുമോ എന്നുള്ളത്. ഇതുകൂടെ കേൾക്കുമ്പോൾ ജോസ് കെ മാണിക്ക് ഒരു സന്തോഷമാകും, എന്നാ പിന്നെ ഞങ്ങൾ അണികളുള്ളിടത്തേക്ക് പോയേക്കാമോ എന്ന്. അല്ല, അതൊരു അവസരമാക്കി എടുക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ മുന്നണിക്കുള്ളിലെ ഒരു പോര് അങ്ങനെ CPIയോട് ഗുസ്തി പിടിച്ച് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് പോകാൻ വേറെയും തട്ടകങ്ങൾ ഉണ്ട് എന്ന് കാണിക്കും എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകാനുള്ള ഒരു അവസരമാക്കി എടുക്കാം. വേറെ കാര്യം കൂടി കാണിക്കും. കർഷകരുടെ താല്പര്യങ്ങൾ ഇവിടെ സംരക്ഷിക്കുന്നില്ല, വന്യജീവി സംഘർഷം, ഞങ്ങൾ നിയമസഭ വിളിച്ചു കൂട്ടാൻ പറഞ്ഞിട്ട് കൂട്ടിയില്ല, തെരുവുനായ ശല്യം എന്ന് പറയുന്നത് മലയോര കർഷകർ മാത്രം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പാറശാല തൊട്ട് മഞ്ചേശ്വരം വരെ അനുഭവിക്കുന്ന പ്രശ്നമാണ്. നഗര ഗ്രാമ ഭേദം എന്നീ അനുഭവിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ അതും ഒക്കെ കൂടെ മുറുകെ പിടിച്ചുകൊണ്ട് കേരള കോൺഗ്രസിന് മറുപക്ഷത്തേക്ക് പോകാനുള്ള ഒരു വഴി കൂടിയായിരിക്കും ഇപ്പൊ CPI തുറന്നു കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു CPIക്കും കേരള കോൺഗ്രസ് അവിടെ നിന്ന് പോകുന്നതാണ് ആഗ്രഹമെന്ന് തോന്നുന്നു. CPIക്ക് ഇനി 3ാം വട്ടം വരണമെന്നില്ല അധികാരത്തില്. മാന്യമായിട്ടൊരു പ്രതിപക്ഷത്തിരിക്കുക, ഇല്ലെങ്കിൽ ഈ 3ാം വട്ടം കൂടി അധികാരത്തിൽ വന്നാൽ പിന്നെ ഈ പാർട്ടിയെ മഷിയിട്ട് നോക്കിയാൽ പോലും ഈ ഇടതുപക്ഷത്തെ കേരളത്തിലും കാണാതെയാകും എന്ന ഭയം CPIക്ക് ഉണ്ട്.